നമസ്കാരം. ഫെബ്രുവരി മാസം ആരംഭിക്കുകയാണ്. ഈ ഫെബ്രുവരി മാസവുമായി ബന്ധപ്പെട്ട് ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. അതിനാൽ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ കടന്ന് വരുന്നതുമാകുന്നു. പ്രത്യേകിച്ചും ചില സ്ത്രീ നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നവരാണ് എന്ന് തന്നെ പറയാം. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഇവർ പ്രധാനമായും നൽകുന്ന സൗഭാഗ്യങ്ങൾ ഏതെല്ലാമാണ് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാകുന്നു. ദേവിയുടെ കടാക്ഷമുള്ള നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർ പ്രധാനമായും വീടുകളിലുണ്ട് എങ്കിൽ ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകൾ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ ചില സൗഭാഗ്യങ്ങൾ തേടിയെത്തും. അവർക്കും അതേപോലെ തന്നെ ആ വീടിനും ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അതിൽ പ്രധാനപ്പെട്ടത് സമ്മർദ്ദങ്ങളിൽ നിന്നും മോചനം നേടുവാൻ സാധിക്കും എന്ന കാര്യമാകുന്നു. കൂടാതെ ഭാഗ്യത്തോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ കുടുംബത്തിൽ സന്തോഷം വർദ്ധിപ്പിക്കുവാൻ ഇവർക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു. ഭർത്താവിനും കുട്ടിക്കും അതേപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കും ഈ സമയം സന്തോഷകരമായ നിരവധിയാർന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഭർത്താവിനെ തൊഴിലുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. അതേപോലെ തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട് വിദ്യയിൽ ഉയർച്ച നേടുക, അല്ലെങ്കിൽ വിവാഹം, അത്തരത്തിലുള്ള സന്തോഷകരമായ കാര്യങ്ങൾ വന്നു ചേരാം. ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ഈ സമയം നിങ്ങൾ ആഗ്രഹിച്ച വസ്തുക്കൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ചെലവ് ഒരു പരിധിവരെ കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അവസ്ഥകൾ വന്ന് ചേരുന്നതാകുന്നു. തടസ്സം വന്ന പല കാര്യങ്ങളും ഈ മാസം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ആരെങ്കിലുമായി തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം അനുകൂലമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ സമയം തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാകുന്നു. മക നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ സമയം തന്നെയാകുന്നു. സ്ത്രീകൾക്ക് ഈ സമയം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. പല രീതിയിലുള്ള വിജയങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. തൊഴിലിൽ ഉയർച്ച നേടുക, തൊഴിൽ ലഭിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രധാനമായും വിദേശത്തേക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമാണ് ഈ സമയം എന്ന കാര്യവും ഓർക്കുക. പ്രത്യേകിച്ചും ഫെബ്രുവരി മാസത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ശമ്പള വർധനവിന് സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. ജീവിതത്തിൽ സമാധാനം നൽകുവാൻ സാധിക്കാത്ത അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കങ്ങൾക്ക് കാര്യമായ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവായി പോകുന്ന അവസരം കൂടിയാണ് ഇത്. അപകടങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും. കൂടാതെ ഈ സമയം വീട്ടിലേക്ക് പ്രധാനമായും ഭാഗ്യം കടന്നു വരുന്ന സമയമാകുന്നു. ഭർത്താവുമായി ബന്ധപ്പെട്ടും മക്കളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. വീട്ടിൽ സന്തോഷം നിറയുന്ന അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ വാങ്ങുവാൻ നേടുവാൻ സാധിക്കുന്ന സമയമാകുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. അഭിമുഖങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന സമയമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സ്വയം ചെയ്യുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് അഭിവൃദ്ധി വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ഈ സമയം ചെയ്യുന്ന ജോലികൾ നിങ്ങൾക്ക് ലാഭകരമായി തീരുവാനും സാധ്യത കൂടുതലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് അത്തം നക്ഷത്രമാകുന്നു. അത്തം നക്ഷത്രക്കാരായ വ്യക്തികൾ പ്രധാനമായും ഈ സമയം നേട്ടങ്ങൾ കൊയ്യുന്നവരാകുന്നു. അത്തം നക്ഷത്രക്കാരായ സ്ത്രീകൾ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യം അറിയേണ്ടതായിട്ടുണ്ട്. ഈ സമയം പ്രത്യേകിച്ചും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും
അതേപോലെ നവസംരംഭങ്ങളുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. പുരോഗതി വന്നു ചേരും എന്ന് തന്നെ പറയാം. ഭാവനാശക്തി വർദ്ധിക്കുന്ന സമയമാകുന്നു. കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഉയർച്ച നേടുവാൻ സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ഭർത്താവുമായി ബന്ധപ്പെട്ടും ശുഭകരമായ വാർത്തകൾ വന്നു ചേരും. സന്താനങ്ങൾക്കും അതേപോലെ ഭർത്താവിനും അനുകൂലമായ നിരവധിയാർന്ന കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. വീട്ടിലേക്ക് സന്തോഷം വന്ന് ചേരുന്ന ഒരു സമയമാകുന്നു. കടബാധ്യതകളുണ്ട് എങ്കിൽ വായ്പ ഒരു പരിധിവരെ തിരിച്ചടയ്ക്കുവാൻ സാധിക്കുന്നതാകുന്നു. കൈവായ്പകൾ ചിലത് മടക്കി നൽകുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാനും സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരുവാനും സാധ്യത കൂടുതലുള്ള സമയമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഇരട്ടി നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. മത്സര പരീക്ഷകളിലും അതേപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ടും പഠനവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ കൂടി ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഇവർ പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരാടം നക്ഷത്രമാകുന്നു. പൂരാട നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഈ സമയം കാര്യസിദ്ധി വന്നു ചേരുകയും ഭൗതികമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ കുറയുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ചിലവുകൾ ഒരു പരിധിവരെ ഇവർക്ക് കുറയ്ക്കുവാൻ സാധിക്കും. ഇഷ്ട സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ വിരുന്നുകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുവാനുള്ള അവസരങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു. കൂടാതെ ഈ സമയം ശ്രേയസ് വന്ന് ചേരുന്ന ഒരു സമയമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ പല വ്യക്തികളിൽ നിന്നും പ്രധാനമായും മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഇവർക്ക് അനുകൂലമായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. ഭർത്താവും അതേപോലെ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരും. പങ്കാളിക്കും അതേപോലെ തന്നെ പ്രധാനമായും സന്താനങ്ങൾക്കും ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ മാസത്തിന്റെ രണ്ടാം പകുതിയും ഇവർക്ക് അനുകൂലമായി തന്നെ വന്ന് ഭവിക്കുന്നതാകുന്നു. കൂടാതെ ഈ സമയം പ്രധാനമായും കലാകാരന്മാർക്കും അവസരങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇരട്ടിയായി തന്നെ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അവിട്ടം നക്ഷത്രമാകുന്നു. അവിട്ടം നക്ഷത്രക്കാരായ സ്ത്രീകൾ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ആ സ്ത്രീകൾക്ക് സൗഭാഗ്യം തേടിയെത്തുന്ന സമയമാകുന്നു. ആത്മധൈര്യം വർദ്ധിക്കും എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അവ ഒഴിവാക്കുവാനും ജീവിതത്തിൽ ഉയർച്ച നേടുവാനും സാധിക്കുന്ന സമയങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും നിങ്ങൾക്ക് അവഗണിച്ച് മുന്നോട്ടു പോകുവാനുള്ള അവസരങ്ങൾ സിദ്ധിക്കുന്നതാകുന്നു. കൂടാതെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് സമയം ലഭിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ഭർത്താവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ഭാഗ്യത്താൽ അവർക്കും ചില സൗഭാഗ്യങ്ങൾ പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുക, ഉയർച്ച നേടുവാൻ സാധിക്കുക, പ്രത്യേകിച്ചും വിവാഹം അനുകൂലമാവുക, വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല രീതിയിലുള്ള ശത്രുക്കളുണ്ട് എങ്കിലും അവരിൽ പ്രതിരോധം സൃഷ്ടിക്കുവാൻ സാധിക്കും. സർക്കാരുമായി ബന്ധപ്പെട്ട് പല അനുമതികളും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വായ്പകളുമായി ബന്ധപ്പെട്ട് അനുമതി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും ക്ലേശകരമായ അവസ്ഥയെ തരണം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. ആദായം ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഭൂമി വ്യാപാരം നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കും. പല പ്രശ്നങ്ങൾക്കും പോംവഴി നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അന്യദേശത്തേക്ക് പോകുവാൻ ശ്രമിക്കുന്നവരാണ് എങ്കിൽ അവസരങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. കലഹങ്ങൾ ഒഴിവാക്കുവാനും ജീവിതത്തിലേക്ക് സമാധാനം മടക്കി കൊണ്ടുവരുവാനും സാധിക്കുന്ന സമയമാണ് എന്നുകൂടി ഓർക്കേണ്ടതാകുന്നു. ഈ സമയം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാകുന്നു.
ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സൂര്യൻ, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളുടെ 11ാം ഭാവത്തിലെ സഞ്ചാരത്താൽ മാസാദ്യം പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. അതിനാൽ ഉത്രട്ടാതി നക്ഷത്രക്കാരായ സ്ത്രീകൾ വീടുകളിലുണ്ട് എങ്കിൽ സൗഭാഗ്യം തേടിയെത്തുന്ന സമയമാണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കും. കൂടാതെ പല ശത്രുക്കളുണ്ട് എങ്കിൽ പോലും അവരെ മിത്രങ്ങളാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും, നിങ്ങളുടെ പക്ഷത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ഭൂമിയുമായി ബന്ധപ്പെട്ട് ആദായം വന്ന് ചേരുന്ന സമയം തന്നെയാകുന്നു. സാമ്പത്തികപരമായ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുകയും ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്യും. കർമ്മരംഗത്ത് ഉന്മേഷം വന്ന് ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ അവസരങ്ങൾ വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത്. കൂടാതെ ഇഷ്ടവസ്തുക്കൾ വാങ്ങുവാനും പാരിതോഷികമായി ലഭിക്കുവാനും സാധ്യത കൂടുതലാണ് എന്നുകൂടി അറിയുക. യാത്രകൾ ചെയ്യേണ്ടതായ അവസ്ഥ വന്ന് ചേരാവുന്നതാണ്. എന്നാൽ യാത്രകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു. യാത്രകൾ മൂലം ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. പരീക്ഷയുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ ഇവർക്ക് അനുകൂലമായി തന്നെ വന്നു ഭവിക്കും. അന്യദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്പം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ധനപരമായി വളരെയധികം നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ സുഹൃത്തുക്കളിൽ നിന്നും അനുകൂലമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാകുന്നു. രേവതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം. രേവതി നക്ഷത്രക്കാരായ സ്ത്രീകൾ വീടുകളിലുണ്ട് എങ്കിൽ സൗഭാഗ്യം തേടിയെത്തുന്ന സമയമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രയത്നിക്കുകയാണ് എങ്കിൽ, കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും അതിനനുസരിച്ചുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. എന്നാൽ നിലവിലുള്ള തൊഴിലിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു തൊഴിൽ ശ്രമിക്കുകയാണ് എങ്കിൽ അതും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. തൊഴിൽ ലഭിക്കും എന്ന് തന്നെ പറയാം. വിദേശത്തേക്ക് തൊഴിലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ടോ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും ഫലം നിങ്ങൾക്ക് അനുകൂലമാകും എന്ന കാര്യവും ഓർക്കുക. നിങ്ങൾ ചെയ്യുന്ന തൊഴിലിനുള്ള അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം നിങ്ങൾ വിചാരിക്കുന്ന പ്രതിഫലം തന്നെ ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. സുഹൃത്തുക്കളുടെയും വീട്ടുകാരുടെയും പിന്തുണ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന അവസരങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. ഈ സമയം കലാരംഗത്തുള്ളവർക്ക് അർഹമായ അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ദിശാബോധം വന്നു ചേരുന്ന സമയം തന്നെയാണ് ഇത്. തൊഴിൽപരമായും ആരോഗ്യപരമായും നേട്ടങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരാം. എന്നാൽ ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദുഃഖങ്ങൾ വന്ന് ചേരാവുന്നതാണ്. എന്നാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഭർത്താവുമായി ബന്ധപ്പെട്ടും അതല്ല പങ്കാളിയുമായി ബന്ധപ്പെട്ടോ അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അവർക്ക് ഭാഗ്യം നൽകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. തൊഴിൽപരമായി നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ അവർക്ക് സാധിക്കുന്നതാകുന്നു. അതല്ല ബിസിനസ് പരമായും നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. തീർച്ചയായും ഈ സമയം പ്രത്യേകിച്ചും രേവതി നക്ഷത്രക്കാരായ സ്ത്രീകൾ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അതിനാൽ തീർച്ചയായും ഈ സമയം നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. ഇഷ്ടദേവതയെ, കുടുംബദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്നു ഭവിക്കും.